അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാഖിലെ ജനങ്ങൾ പ്രവാചക അനുചരന്മാരായ സയ്യിദുന ഹുദൈഫ അൽ യമാൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്ന് അബ്ദുള്ള അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ അവരുടെ ഖബറുകളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. അവരുടെ ഖബറുകൾക്കുള്ളിൽ അവർ കണ്ടെത്തിയതെന്താണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവരൊരു വലിയ അത്ഭുതമാണ് കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാഴ്ചക്കാരെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇറാഖിലെ ബാഗ്ദാദിൽ ഒരു വലിയ സംഭവം നടന്നു. ഒരുപക്ഷേ പല മുസ്ലിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. രണ്ട് സഹാബിമാരായ ഹുദൈഫ അൽ യമാൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്ന് അബ്ദുള്ള അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ മറ്റൊരു ശ്രേഷ്ഠ സഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനടുത്തേക്ക് മാറ്റിയ സംഭവമാണിത്. അല്ലാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചു? എന്തിനാണവരുടെ മയ്യത്തുകൾ അവിടെ നിന്ന് മാറ്റിയത്? സംഭവിച്ചതെന്തെന്നാൽ, ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗ്രിസ് നദിയിലെ ജലനിരക്ക് ഉയരുകയും ഹുദൈഫ റളിയല്ലാഹു അൻഹു, അൻസാരി റളിയല്ലാഹു അൻഹു എന്നീ രണ്ട് സ്വഹാബിമാരുടെയും ഖബറുകൾക്ക് മുകളിലൂടെ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം 1932 ഇറാഖിലെ ഒരു രാജാവ് തന്റെ സ്വപ്നത്തിൽ സയ്യിദുന ഹുദൈഫ അൽ യമാൻ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മുങ്ങിത്താഴുന്നതിനെക്കുറിച്ച് പരാതിപ്പെടുകയും തന്റെ ഖബറും തന്റെ കൂട്ടുകാരനായ ജാബിർ ഇബ്നു അബ്ദുള്ള അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം അവരുടെ ഖബറുകൾ ടൈഗ്രിസ് നദിയോട് ചേർന്നായിരുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. രാജാവ് സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോൾ ഉടൻ തന്നെ അവരുടെ ഖബറുകൾ സന്ദർശിക്കാൻ പോയി. നദിയിലെ വെള്ളം രണ്ട് ഖബറുകളുടെയും അരികുകൾ ശരിക്കും നശിപ്പിക്കുകയാണെന്നും അവ നദിയിൽ ഒലിച്ചുപോകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. തുടർന്ന് ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്ൻ അബ്ദുള്ള അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബിമാരുടെ മൃതദേഹങ്ങൾ സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനടുത്തേക്ക് മാറ്റാൻ രാജാവ് ഉത്തരവിട്ടു. ഇപ്പോൾ ആ രണ്ട് സ്വഹാബിമാരുടെയും ശ്രേഷ്ഠമായ മയ്യത്തുകൾ അവരുടെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ വന്നപ്പോൾ സംഭവിച്ച അത്ഭുതത്തിലേക്ക് വരാം. 1400-ലധികം വർഷങ്ങൾക്ക് ശേഷം രണ്ട് സ്വഹാബിമാരുടെയും മൃതദേഹങ്ങൾ എങ്ങനെ കണ്ടു എന്നതും വിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ധത സ്ഥിരീകരിക്കുന്നതുമായ ഒരത്ഭുതം. സ്വഹാബിമാരുടെ മൃതദേഹങ്ങൾ മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അത്ഭുതം ഇറാഖി ഭൂമിയിലെ മുഫ്തി വിവരിച്ചു. ഖബറുകൾ തുറന്നപ്പോൾ ഗാസി രാജാവ് തന്നെ വന്നു. ഇറാഖി ഭൂമിയുടെ മുഫ്തിയായ ഞാനും സന്നിഹിതനായിരുന്നു. രണ്ട് ശ്രേഷ്ഠമായ ഖബറുകൾ തുറക്കുന്നതിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഞങ്ങൾ രണ്ട് ഖബറുകളും തുറന്നപ്പോൾ സ്വഹാബിമാരായ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്ന് അബ്ദുള്ള അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നിവരുടെ മൃതദേഹങ്ങൾ അപ്പോഴും അതേപടി കിടക്കുന്നതായി ഞങ്ങൾ കണ്ടു. നിമിഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്തതുപോലെ. അവരുടെ ശരീരങ്ങൾ മാറിയിട്ടില്ല, അഴുകിയിട്ടില്ല. മറിച്ച് അവരുടെ ശരീരത്തിലെ രക്തം ഇപ്പോഴും പുത്തനായിരുന്നു. ഒരു ശരീരത്തിൽ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അതൊരു തുണിക്കഷ്ണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിൽ രക്തം ഇപ്പോഴും പറ്റിപ്പിടിച്ചിരുന്നു. രണ്ട് മൃതദേഹങ്ങളിൽ നിന്നും സുഗന്ധമുള്ള ഒരു വാസന വമിച്ചിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു സുഗന്ധം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. രക്ഷസാക്ഷികളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഇത് സ്ഥിരീകരിക്കുന്നു. ഭൂമി അവരുടെ ശരീരങ്ങളെ ഭക്ഷിക്കുകയില്ല. രണ്ട് സഹാബിമാരുടെയും മൃതദേഹങ്ങൾ ഖബറിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഗംഭീരമായ ഒരു ഘോഷയാത്രയോടെയാണ് മാറ്റിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സൈനിക ഘോഷയാത്രയോടെ അവരെ ആദരിച്ചു. ബാഗ്ദാദിന് തെക്കുകിഴക്കുള്ള അൽ മദാരിൻ നഗരത്തിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിനടുത്ത് ആ രണ്ട് ശ്രേഷ്ഠ മൃതദേഹങ്ങളും ഖബറടക്കി. ഈ സംഭവം 1932 നടന്നത്. മൃതദേഹം മാറ്റുന്ന ചടങ്ങിൽ പങ്കെടുത്തവർ ഇത് വിവരിച്ചതാണ്. ഇറാഖിലെ അൽ മദാരിനിലെ ജനങ്ങൾ ഇന്നും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. അല്ലാഹുവേ, നീ എത്ര വലിയവൻ! എൻ്റെ നാഥ, നിനക്ക് സ്തുതി! രക്തസാക്ഷികൾക്ക്
നീ എന്തു ബഹുമതിയും ഔദാര്യവുമാണ് നൽകിയിരിക്കുന്നത്. ആരാണ് ഹുദൈഫ അൽ യമാൻ റളിയല്ലാഹു അൻഹു? ഹുദൈഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതിർന്ന സഹാബിമാരിലൊരാളായി അറിയപ്പെടുന്നു. കപടവിശ്വാസികളെക്കുറിച്ചും അവരുടെ പേരുകളെക്കുറിച്ചുമുള്ള അറിവുകൊണ്ട് ഈ സഹാബി വേറിട്ടു നിന്നു. ഇക്കാരണത്താൽ കപടവിശ്വാസികളുടെ പേരുകൾ സംബന്ധിച്ച പ്രവാചകന്റെ രഹസ്യം സൂക്ഷിപ്പുകാരൻ എന്നദ്ദേഹം വിളിക്കപ്പെട്ടു. പ്രവാചകൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലുള്ള എല്ലാ കപടവിശ്വാസികളുടെയും പേരുകൾ അദ്ദേഹത്തെ രഹസ്യമായി ഏൽപ്പിച്ചിരുന്നു. ആ രഹസ്യം മറ്റാരോടും വെളിപ്പെടുത്തിയില്ല. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മരണപ്പെട്ട മുസ്ലിമിനു വേണ്ടി ജനാസ നമസ്കരിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഹുദൈഫയോട് റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, നമസ്കാരത്തിന് ഹാജരായവരിൽ കപടവിശ്വാസി ആരെങ്കിലുമുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹിജ്റ 36-ാം വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് 40 രാത്രികൾക്ക് ശേഷം അൽ മദാരിനിൽ വച്ച് വഫാത്തായി. ആരാണ് ജാബിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു? ജാബിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ബനൂ സലമ ഗോത്രക്കാരനായിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അൻസാരികളിൽ നിന്നുള്ള ഒരു സംഘത്തോടൊപ്പം അഗബയിൽ വെച്ച് പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോൾ അഗബ ഉടമ്പടിക്ക് സാക്ഷ്യം വഹിച്ച 6 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജാബിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിൽ രക്തസാക്ഷിയായി. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഈ ഖബറിനുള്ളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. അതിനുള്ളിൽ അവർ കണ്ടെത്തിയത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഒരു വലിയ അത്ഭുതം കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്! ഖബർ പരലോകത്തിന്റെ ആദ്യ ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. അതൊന്നുകിൽ സ്വർഗപൂന്തോട്ടങ്ങളിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമാണ്, അല്ലെങ്കിൽ നരകത്തിലെ കുഴികളിൽ നിന്നുള്ള ഒരു കുഴിയാണ്. അല്ലാഹു നമ്മെ സംരക്ഷിക്കട്ടെ. ഓരോ മനുഷ്യനും അവരുടെ ജീവിതം എത്ര നീണ്ടതായാലും ചെറുതായാലും മരണത്തെ രുചിക്കുകയും അവസാനം മരിക്കുകയും ഖബറിൽ പ്രവേശിക്കുകയും ലോകത്ത് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് വിചാരണ നേരിടുകയും വേണം. അവരുടെ കർമ്മങ്ങൾ നീതിയുക്തമാണെങ്കിൽ അവരുടെ ഖബർ സ്വർഗവാസസ്ഥലങ്ങളിലൊന്നായി തീരുന്നു. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ സ്ഥാനം അവർ ഖബറിൽ വച്ച് കാണുന്നു. ഇനി തിരിച്ചാണെങ്കിൽ അവർ നരകത്തിലെ തങ്ങളുടെ സ്ഥാനം കാണുന്നു. അവർക്ക് എന്തു ദുരിതമാണ്! യമനിലെ സംഭവം മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഖബർ ശിക്ഷ നിരീക്ഷിക്കുന്നതിനും ഖബറിനുള്ളിൽ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണുന്നതിനുമായി ഒരു മുസ്ലിമിന്റെ ഖബറിനുള്ളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സത്യവും വിചിത്രവുമായ കഥയുമുണ്ട്. ഈ ശാസ്ത്രജ്ഞർ യമനിലെ സനാ നഗരത്തിലായിരുന്നപ്പോൾ ഖബർ ശിക്ഷ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അതിനുശേഷം ഈ ശാസ്ത്രജ്ഞർക്ക് സംഭവിച്ചത് എല്ലാവരെയും ശപിച്ചു. നമുക്കിപ്പോൾ ഒരുമിച്ച് കാണാം എന്താണ് സംഭവിച്ചതെന്ന്. മരിച്ചയാൾക്കു വേണ്ടി ആളുകൾ ജനാസ നമസ്കരിച്ചതിനു ശേഷം അവർ അദ്ദേഹത്തെ ഖബറിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തു. ആളുകൾ പോയ ശേഷം ശാസ്ത്രജ്ഞർ ഖബർ കുഴിച്ച് ക്യാമറകൾ സ്ഥാപിച്ചും പിന്നീട് ഖബർ പഴയതുപോലെ മൂടിയും ക്യാമറകൾ മരിച്ചയാളുടെ അടുത്ത് മണ്ണിനടിയിൽ വെച്ചു. എന്നാൽ ആശ്ചര്യമെന്തെന്നാൽ അടുത്ത ദിവസം അവർ ക്യാമറകൾ കാണാനും അവ റെക്കോർഡ് ചെയ്തത് എന്താണെന്ന് നോക്കാനും വന്നപ്പോൾ ക്യാമറകൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞതായി അവർ കണ്ടെത്തി. അവയിൽ നിന്ന് വളരെ സുഗന്ധമുള്ള ഒരു വാസന വരുന്നുണ്ടായിരുന്നു. സംഭവിച്ചതെന്തെന്നോർത്ത് ശാസ്ത്രജ്ഞർ ആശയക്കുഴപ്പത്തിലായി. ഖബർസ്ഥാനിൽ ആരെങ്കിലും തങ്ങളെ കാണുകയോ യമൻ അധികാരികളെ അറിയിക്കുകയോ ചെയ്യുമെന്ന് അവർ ഭയപ്പെട്ടു. അതിനാൽ അവർ ഉടൻ തന്നെ യമൻ വിടാൻ തീരുമാനിച്ചു. അവരുടെ ശരീരങ്ങൾ വിറയ്ക്കുകയും ഭയങ്കരമായി കുലുങ്ങുകയും ചെയ്തു. അവർ ക്യാമറകൾ അവിടെ ഉപേക്ഷിക്കാറായിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ അവ എടുക്കാൻ നിർബന്ധം പിടിച്ചു. തങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അവർ മരിക്കാറായിരുന്നു. ഈ ശാസ്ത്രജ്ഞർ ഉടൻ തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി. സംഭവത്തിന് 2 ദിവസത്തിനു ശേഷം അമേരിക്കയിലെത്തിയ ശേഷം അവർ പരസ്യമായി ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. യമൻ അധികാരികളാകട്ടെ കാര്യത്തിൽ അമ്പരന്നു. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഒരു കാരണവുമില്ലാതെയും അധികാരികളെ മുൻകൂട്ടി അറിയിക്കാതെയും യമൻ വിട്ടതെന്ന് അവർ അത്ഭുതപ്പെട്ടു. അവരിതിനകം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചതായി അവർ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ ശാസ്ത്രജ്ഞരിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തിലെ അൽനൂർ മസ്ജിദിലെ ഇമാമാണ്. അപ്പോൾ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നവനായ അല്ലാഹുവിന്റെ സ്തുതി. അവരെ സത്യത്തിന്റെ പാതയിലേക്ക് നയിച്ചവന് സ്തുതി. തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ നേർവഴിയിലാക്കുകയില്ല, മറിച്ച് അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. അവൻ നേർവഴി പ്രാപിച്ചവരെക്കുറിച്ച് ഏറ്റവും ജ്ഞാനിയാണ്. സൗദി അറേബ്യയിലെ സംഭവം
സൗദി അറേബ്യയിലും ഖബറിനുള്ളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ മറ്റൊരു ശ്രമം നടന്നിരുന്നു. സൗദി പണ്ഡിതന്മാർ ഇത്തവണ ക്യാമറകൾ സ്ഥാപിച്ചത് മൃതദേഹം വീർക്കാനും അഴുകാനും തുടങ്ങാൻ എത്ര സമയമെടുക്കുമെന്ന് നിർണ്ണയിക്കാനാണ്. അപ്പോൾ അവർ എന്താണ് കണ്ടെത്തിയത്? മരണശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചയാളുടെ വയറും ശരീരവും വീർക്കുന്നതെന്തുകൊണ്ട്? ഖബറിനുള്ളിൽ ക്യാമറകൾ സ്ഥാപിച്ചപ്പോൾ സൗദി ശാസ്ത്രജ്ഞർ എന്താണ് കണ്ടെത്തിയത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇക്കാര്യം അറിയിച്ചിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങൾ കാരണം മരണശേഷം ശരീരം കടന്നുപോകുന്ന ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. ഈ ഘട്ടങ്ങളിലൊന്നാണ് വയറ് വീർക്കുന്നത്. മരണശേഷം 2 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കുന്നു. 48 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ കഴിഞ്ഞാൽ അഴുകൽ പ്രക്രിയ ആരംഭിക്കുന്നു. മനുഷ്യ ശരീരത്തിലടങ്ങിയിരിക്കുന്ന വാതകങ്ങളും ഫംഗസുകളും കാരണം ആദ്യം വയറ് വീർക്കുകയും അതിൽ നിന്ന് പുഴുക്കൾ പുറത്തുവരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ പുഴുക്കൾ പിന്നീട് ശരീരത്തിന്റെ അവയവങ്ങളെ പൂർണ്ണമായും ഭക്ഷിക്കുന്നു. സർവശക്തനായ അല്ലാഹു അവരെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ ശരീരം അപ്രത്യക്ഷമാവുകയും ലവണങ്ങളും ദ്രാവികങ്ങളുമായി മാറുകയും ചെയ്യുന്നു. നട്ടലിന്റെ മുകൾ ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു ഘടകമൊഴികെ ശരീരത്തിന്റെ ഒന്നും അവശേഷിക്കുന്നില്ല. അതിൽ നിന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനയാൽ അന്ത്യനാളിൽ സൃഷ്ടികളെ പുനരുജ്ജീവിപ്പിക്കുന്നത്. അതാണ് അജബ് അദ്ദനബ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദമിന്റെ മകനെ ഭൂമി തിന്നുകളയും, അജബ് അദ്ദനബ് എന്ന അസ്ഥി ഒഴികെ. അതിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്, അതിൽ നിന്നാണ് അവൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതും. അതിനാൽ സർവശക്തനായ അല്ലാഹുവിന് സ്തുതി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സൃഷ്ടികളിലും ദൂതന്മാരിലും ഏറ്റവും ഉത്തമനായ പ്രവാചകന്റെ മേൽ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.